ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അടിപൊളി അപ്കമിങ് പാർട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഗൗതമിനെ ജയിലിലാക്കാൻ നോക്കുകയാണ് CKC കേട്ടോ. പ്രണവിനെ വെച്ച് തന്നെയാണ് അതിന് കളി കളിക്കണതും. അപ്പോൾ ഒരു ദിവസം പ്രണവിനടുത്ത് പറയുന്നുണ്ട് ബിസിനസ് കോൺഫറൻസിന് അയക്കാമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിർമ്മലമ്മ നോക്കുമ്പോൾ ഒരു ദിവസം അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ട് കേട്ടോ. പ്രണവും CKCയും കൂടിയിട്ട് CKCയുടെ ക്യാബിനിൽ നിന്നിട്ട് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിർമ്മലമ്മയ്ക്കാണെങ്കിൽ ഇത് അറിയാഞ്ഞിട്ട് ആകെ സമാധാനക്കേടും, ഇതെന്താ സംസാരിക്കണമെന്ന് കേൾക്കാനുമില്ല. അങ്ങനെ പതുങ്ങി അവിടെ ക്യാബിൻ്റെ അവിടെ ചെന്ന് കാതോർത്തിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ആരോടും പറയാനും പറ്റില്ല, കാരണം നിർമ്മലമ്മ അവിടെ ജോലി ചെയ്യണ കാര്യമായിട്ട് അറിയാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അതായത് നിർമ്മലമ്മ അങ്ങനെ പതുങ്ങി നിൽക്കുന്ന സമയത്ത് സ്റ്റാഫ് ചെന്നിട്ട് ചോദിക്കേണ്ട കേട്ടോ, എന്താ അവിടെ നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ പറയാം, അല്ല സാർ എന്ത് വിളിച്ച മാതിരി തോന്നിയെന്ന് പറയും കേട്ടോ. എന്നാൽ ഗസ്റ്റ് ഉണ്ട്, 2 ജ്യൂസ് കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറയും. അപ്പോൾ നിർമ്മലമ്മ വേഗം വന്നിട്ട് ജ്യൂസൊക്കെ എടുത്ത് റെഡിയാക്കി മാസ്കൊക്കെ ഇട്ടിട്ട് അറിയാത്ത രൂപത്തിലാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ CKCയുടെ മുന്നിലേക്ക് നീട്ടുമ്പോൾ CKC പറയും, ആദ്യം ഗസ്റ്റിന് കൊടുക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ വേഗം നമ്മുടെ പ്രണവിൻ്റെ അടുത്ത് കൊടുക്കും. അങ്ങനെ പ്രണവ് അത് മേടിച്ചിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നിർമ്മലമ്മ പോയതിന് ശേഷം CKC പറയുന്നുണ്ട് പ്രണവിൻ്റെ അടുത്ത്, ഇതാ ഏതൊരു ഫയൽ പറയുന്നുണ്ട്, അതിൽ നിൻ്റെ ടിക്കറ്റ് ഉണ്ട്, എയർപോർട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ, എല്ലാം പാക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കണേ, അതെടുത്ത് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രണവ് സന്തോഷത്തോട് കൂടിയിട്ട് പറഞ്ഞ സ്ഥലത്ത് ക്യാബിൽ അലമാരിൽ ചെന്നിട്ട് ഇങ്ങനെ തപ്പുകയാണ് കേട്ടോ. ഈ സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ CKC ഒരു മയക്കം മരുന്ന് എടുത്തിട്ട് ഇതിലിട്ടു, എന്തോ ഒരു ഗുളിക പോലത്തെ എന്തോ സാധനം എടുത്തിട്ട് ഇത് പ്രണവിൻ്റെ ജ്യൂസിലിട്ടിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പ്രണവ് ഇത് വന്ന് തിരിച്ച് വന്ന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ ശേഷം എത്രയും പെട്ടെന്ന് ഇതിന് സമയമായി, ഫ്ലൈറ്റിന് സമയമായി, ഞാൻ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പ്രണവിനാണെങ്കിൽ സന്തോഷം കൊണ്ട് വയ്യ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് CKC കഴിഞ്ഞിട്ട് ക്യാബിൻ്റെ ഒന്ന് പുറത്തേക്ക് വരും കേട്ടോ. അതിൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് ഏതൊരു പറഞ്ഞ് എല്ലാ അറേഞ്ച്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഡ്രൈവറുടെ അടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, അതാ പ്രണവിന് ഫ്ലൈറ്റിനുള്ള സമയമായിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ കൊണ്ടുവെക്ക്, അതൊന്ന് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് കേട്ടോ. ഡ്രൈവറിൻ്റെ അടുത്ത് വന്ന് കണ്ണിങ്ങനെ ഒരു പ്രത്യേക നോട്ടം നോക്കിയിട്ട് പറയുന്നുണ്ട്, പറഞ്ഞ പോലെ അങ്ങോട്ട് എത്തിക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ചിരിച്ചിട്ട് തലയിട്ടിട്ടും അത് കഴിഞ്ഞിട്ട് പ്രണവിനെ കാറിൽ കയറ്റിയിട്ട് 2 പേരും കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും പ്രണവിന് ചെറുതായിട്ടൊരു ആട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ CKC ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രണവ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വണ്ടിയിലിരുന്നിട്ട് ഇങ്ങനെ കള്ളു കുടിച്ചോട് സംസാരിക്കണ പോലെയാണ് കേട്ടോ പ്രണവിൻ്റെ സംസാരം, നാക്കൊക്കെ കുഴഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് CKC നമ്മുടെ ശിവാനി വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മുടെ പാറുവിനും നിതിനും കണ്ട കാര്യം, അഹങ്കാരത്തിൻ്റെ കാര്യം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രണവിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്, നിനക്ക് എന്താ, നീ എന്തെങ്ങനെ സംസാരിക്കണേന്ന് ചോദിക്കണ്ടേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, നീ വെച്ചോ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് CKCക്ക് വിളിക്കുകയാണ് ഗൗതമിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ചാരം വിളിക്കുന്നുണ്ട് കേട്ടോ. ഗൗതം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൗതം എന്തോ ഉദ്ദേശിച്ച് ഇറങ്ങിയ പോലെ അവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഇവിടുന്ന് പ്രണവിനെയും കൊണ്ടിട്ട് ഇവർ ചെല്ലണത് കേട്ടോ. അപ്പോൾ വഴിക്ക് വെച്ചിട്ട് 2-3 ഗുണ്ടകൾ കൈ കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പ്രണവിനെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവർക്കും അറിയാലോ ഇത് പ്ലാൻഡ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഡ്രൈവർ ഇതെന്താ 2-3 പേര് വന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തണേ നോക്കിയിട്ട്, അപ്പോൾ പ്രണവിനാണെങ്കിൽ കണ്ണും വീഴില്ല. അത് കഴിഞ്ഞിട്ട് ഡ്രൈവർ ഇറങ്ങിയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവറിനെ തല്ലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രണവ് ഇറങ്ങിച്ചില്ല, ആരുടെ ഡ്രൈവറുടെ തലണേന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അത് പറഞ്ഞപ്പോഴേക്കും വേറെ 2 പേരും കൂടിയിട്ട് നമ്മുടെ പ്രണവിനെ ചെന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി ബലമായിട്ട് കാറിൽ ഡ്രൈവറെ തല്ലി ഓടിക്കുക ഇവർ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഡ്രൈവർ അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ അടിപിടി നടക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗതം ഇതൊക്കെ കണ്ടിട്ട് എതിരെ കാർ ഓടിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഗൗതം നോക്കുമ്പോൾ പ്രണവിന് 2-3 ഗുണ്ടകൾ പിടിച്ചിട്ടുണ്ട്, ഇവിടെ അടി നടക്കുന്നുണ്ട്. ഗൗതം ഓടി വന്നിട്ട് ഇതിൽ ഇടപെടും. ഗൗതം വന്നിട്ട് നമ്മുടെ പ്രണവിനെ രക്ഷിക്കും കേട്ടോ. പക്ഷെ അപ്പോഴും പ്രണവ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. എങ്ങനെ ഇപ്പോൾ ഗൗതം കൂടെ വന്നു എന്നുള്ളത് പകുതി ബോധമില്ലല്ലോ. അപ്പോൾ ഗൗതമിൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണവ് കുടിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കണേ. കുടിച്ചിട്ടുള്ള ആ ഒരു നാവുകുഴയിലും ആട്ടും അതേപോലെയാണ് കേട്ടോ ശരിക്കും നമ്മുടെ പ്രണവിൻ്റെ പെരുമാറ്റം. അങ്ങനെ ഗൗതം അവരെ ഓടിച്ചതിന് ശേഷം വല്ലായിട്ട് ഗൗതമിൻ്റെ കാറിൽ പിടിച്ച് കയറ്റി പ്രണവിനെ, എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടി പ്രണവിനെയും കൊണ്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പാറും നമ്മുടെ നിധിയും വീണ്ടും സന്തോഷിച്ച് ഇവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഗൗതം കുറച്ച് ഈ പ്രണവിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോണതിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ ഗുണ്ടകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നമ്മുടെ ഗൗതത്തിൻ്റെ കാറിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് സൂചിയിട്ട് കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അധികം പോവില്ല, അധികം പോണതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് പഞ്ചറാവുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ പിന്നാലെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് 2-3 പേര്. ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പിന്നാലെ വരുന്നത്. അങ്ങനെ ഗൗതം കുറച്ച് പോകുമ്പോഴേക്കും വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് പോലെ വണ്ടി നിൽക്കും. നോക്കിയപ്പോൾ വണ്ടി പഞ്ചർ. അപ്പോൾ പിന്നിൽ നിന്നിട്ട് നമ്മുടെ പ്രണവ് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഗൗതം ചിലതിനൊക്കെ ഇങ്ങനെ മറുപടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി പഞ്ചറായപ്പോൾ ഇറങ്ങി
അവിടെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പുകാരനെ വിളിക്കാൻ പോയി ഗൗതം. ഇവർ പിന്നിലുള്ള കാര്യം ഗൗതമന് അറിയില്ലല്ലോ. ആ താപ്പിൽ ഇവർ ഇറങ്ങി വന്നിട്ട് പ്രണവിനെ ഇവിടുന്ന് ഗൗതമൻ്റെ വണ്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വണ്ടി ശരിയാക്കാൻ ആളെ വിളിച്ചു കൊടുത്തിട്ട് നമ്മുടെ പ്രണവിൻ്റെ ശബ്ദമൊന്നും കേൾക്കാമല്ലോ എന്ന് വെച്ചിട്ട് എന്തോ പറയാനായിട്ട് ഡോറ് തുറന്നു നോക്കി ബാക്കിൽ നോക്കിയപ്പോൾ പ്രണവിനെ കാണാനില്ല. ഗൗതം ആകെ ഞെട്ടിയിട്ടത് എന്താ ഈ സംഭവിച്ചതെന്ന് ഗൗതമിന് ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവിടെയാണെങ്കിലോ CKC ഈ പ്ലാൻ ഒന്നും ചെയ്തത് നമ്മുടെ ശിവാനി അറിഞ്ഞിട്ടുമില്ല. CKCയും ഭാര്യയും കൂട്ടിയിട്ടാണ് ഈ പ്ലാൻ മുഴുവൻ ഒപ്പിച്ചത് കേട്ടോ. അങ്ങനെ ഈ ആൾക്കാർ നമ്മുടെ പ്രണവിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടത് ഇപ്പോൾ പ്രണവ് എന്തൊക്കെയോ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊബൈലിൽ നോക്കിയപ്പോഴോ ചാർജും ഇല്ല. ശിവാനിനെ ഒന്ന് വിളിച്ച് പറയാൻ നോക്കിയപ്പോൾ ആകെ 2% മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രണവ് ആ സാധനം കൊണ്ട് വേഗം വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ ശിവാനിനെ. വീഡിയോ കോളല്ല, വീഡിയോ മെസ്സേജ് ഇട്ടാണ് രാത്രി. അപ്പോൾ ശിവാനിയാണെങ്കിലോ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് ഗൗതം ഇതൊന്നും പിടുത്തം കിട്ടാതെ എന്താപ്പോൾ സംഭവിച്ചതെന്ന് മനസ്സിലാവാണ്ട് തന്നെ ഈശ്വരമംഗലത്ത് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിധിയും പാർവതി ഇപ്പോൾ പ്രണവനെ കൊണ്ടുവരുന്നുണ്ടല്ലോ കാത്തിരിക്കണത്. അപ്പോൾ ഇത് എവിടെ പ്രണവ്, നീ എന്തായി പറഞ്ഞത് കൊണ്ടുവരുന്നു പറഞ്ഞിട്ടെന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതമൻ ഇത് മനഃപൂർവ്വം പഞ്ചറാക്കിയതാണെന്ന് ഗൗതമന് അറിയില്ല. ഇതെങ്ങനെയാണ് പഞ്ചറായി എന്നുള്ളത് അറിയില്ല. ഇങ്ങനെ പ്രണവ് മിസ്സായി പോയിന്ന് അപ്പോൾ പറയുമ്പോഴേക്കും പാറു ആകെ ടെൻഷനും കരച്ചിലൊക്കെ ആയി. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങാനും ശിവാനിൻ്റെ അടുത്ത് എങ്ങാനും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശിവാനിക്ക് വിളിക്കണം കേട്ടോ. അപ്പോൾ ശിവാനിയാണെങ്കിൽ ഈ സമയത്ത് ഇവിടെ രണ്ടാളുടെ അടുത്തിട്ടുണ്ട്. CKCയുടെയും അവളുടെ ജ്യോതിർമയി ആൻറ്റിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ പ്രണവ് ബിസിനസ് അതിൻ്റെ മീറ്റിങ്ങിന് പോയിക്കാന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവാനി പറയുന്നുണ്ട്, എന്താപ്പം നിങ്ങൾക്ക് ആവശ്യം, പ്രണവ് എവിടെയെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. പ്രണവ് ഇവിടെ കള്ളു കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, എന്താ മതിയോ എന്നും ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ പാറുവിൻ്റെ അടുത്ത്. എന്നിട്ട് അത് വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ CKCയും ജ്യോതിർമയും ചിരിക്കണം കേട്ടോ. ഇവർ മാറ്റിയ കാര്യം നമ്മുടെ ശിവാനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ പക്ഷേ പ്രണവ് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ അവിടെ ആശ്വാസത്തിലിരിക്കുകയാണ് കേട്ടോ. ഈ പിറ്റേ ദിവസം രാവിലെ ആയിട്ടും ശിവാനിയുടെ യാതൊരു ബഹളവും കേൾക്കാനില്ല. കാരണം ഈ വീഡിയോ മെസ്സേജ് അയച്ചത് ഇനിയിപ്പോൾ ശിവാനി കണ്ടിട്ടില്ല, എന്താ ഒരു പ്രശ്നമില്ലാത്തതെന്ന് വിചാരിച്ചിട്ട് CKCയും ജ്യോതിർമയി അവിടെ കിടന്നിട്ട് ഇങ്ങനെ ആകെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശിവാനി കരഞ്ഞിട്ട് ഓടിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ മെസ്സേജ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടായി. അപ്പോഴേക്കും പിന്നെ വേറൊന്നും കാണാനില്ല, അപ്പോഴേക്കും മൊബൈൽ സ്വിച്ച് ഓഫായി. ഞാൻ എന്താ ചെയ്യേണ്ടത് ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളമായി. അപ്പോൾ പറയുന്നുണ്ട് നീ ഒന്നും വിഷമിക്കേണ്ട, നീ പോയിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, പക്ഷേ അന്നത്തെ പോലെ രക്ഷപ്പെടരുത് നമ്മുടെ ഗൗതം, അങ്ങനെ വേണം ഗൗതമനെ കുരുക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CKCയോട് കൂടെ വരാൻ പറയുന്നുണ്ട്. അപ്പോൾ ജ്യോതിർമയി പറയുന്നുണ്ട് ഒരു മിനിറ്റ് നീ നിൽക്ക്, ഞങ്ങളെ അല്ലെങ്കിൽ തന്നെ ഗൗതമന് ഇഷ്ടമല്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഗൗതം പറയും ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തിട്ട് ഗൗതമനെ കുരുക്കാൻ നോക്കിയതെന്ന് ഗൗതം എന്തായാലും പറയും. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളാന്ന് വരെ പറഞ്ഞിട്ടുണ്ടാക്കും. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യേ, ഇവിടെ ഏതോ ഒരു CIയോ എന്തോ പറയുന്നുണ്ട് കേട്ടോ, അത് എൻ്റെ ആളാണ്, ഞാൻ വിളിച്ചു പറയാം, മോൾ മാത്രം ചെന്നാൽ മതി, ഞങ്ങൾ തൽക്കാലം ഇതിൽ ഇടപെടണില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ശിവാനി മനസ്സോടെ വേഗം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഓൾറെഡി നമ്മുടെ ജ്യോതിർമയി കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ജ്യോതിർമയി CKCയും കൂടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യോതിർമയി പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്, യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ എല്ലാം വളരെ നൈസായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയോ പൈസയൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ അതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ശിവാനി ചെല്ലുമ്പോൾ ഒരു ബലംപിടുത്തമൊക്കെ നടത്തുന്നുണ്ട്. അതിനുശേഷം ശിവാനിൻ്റെ കൂടെ നമ്മുടെ ഈശ്വരമംഗലത്തേക്ക് എത്തുകയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് എന്തെന്നെ പറഞ്ഞാലും ആ ഓഫീസർ വിശ്വസിക്കുന്നില്ല. കാരണം ഒന്നാമത് CKCയുടെ ആളാണ്, രണ്ടാമത് വീഡിയോ മെസ്സേജാണ് കാണിച്ചു കൊടുത്തിട്ട്. അതിൽ വ്യക്തമായിട്ട് നമ്മുടെ പ്രണവ് പറയുന്നുണ്ട് ഗൗതം എന്നെ വന്ന് ബിസിനസ് യാത്രയ്ക്ക് ഞാൻ പോയിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഗുണ്ടകളെയും കൊണ്ടുവന്നിട്ട് ഗൗതം എന്നെ കൊടുന്നിട്ട് ഇതാ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ടാണ് കേട്ടോ വീഡിയോ മെസ്സേജ് അയച്ചിരിക്കണത്. അപ്പോൾ പിന്നെ നല്ല തെളിവായല്ലോ. അങ്ങനെ എന്തു പറഞ്ഞാലും കേൾക്കാതെ അയാൾ ഗൗതമനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, ഈശ്വരമംഗലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ CKCക്കും ജ്യോതിർമയിക്കും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കണേ, എന്താ സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ പറയും ദാ ഗൗതമനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് ദാ ഞാൻ കൊണ്ടുപോകാൻ നിൽക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ CKCക്കും നമ്മുടെ ജ്യോതിർമയിക്കാണ് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. എന്നിട്ട് പറയുന്നുണ്ട് എന്തെന്നെ കാരണം വന്നാലും ഇനി അവൻ ഇറങ്ങാത്ത വിധത്തിലാക്കി മാറ്റണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പൊട്ട ശിവാനി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, എന്നാൽ പോലും ഗൗതമിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞൊരു സന്തോഷത്തിലാണ് കേട്ടോ ശിവാനി. അങ്ങനെ ഇപ്പോഴത്തെ CKCയുടെ കളി വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗൗതമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.